ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ സിൽവിൻ കളത്തിൽ OCD കർമ്മലീത വൈദികനാണ്. മഞ്ഞുമൽ പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ഒഡീഷയിലെ റീജിയണൽ വികാരിയേറ്റിലെ അവിടുത്തെ മിഷനിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ അഗസ്റ്റിൻ മുണ്ടൂർ അച്ഛനാണ് ഞങ്ങൾ പ്രൊവിൻഷ്യാൽ. ഒഡീഷ വികാരിയേറ്റിലെ ബോസ് വെള്ളശ്ശേരി അച്ഛനാണ് റീജിയണൽ വികാർ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഒറീസയിലെ മിഷൻ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷത്തോളമായിട്ട് ഞാൻ ഒറീസയിൽ സേവനം ചെയ്യുന്നു. ഈയിടയ്ക്കുണ്ടായ സംഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് സംഭവിച്ചത്. ഞാൻ സാമ്പൽപൂർ രൂപതയിൽ ഞങ്ങളുടെ ബിഷപ്പ് നിരഞ്ജൻ സുഭാഷ് സിംഗ് ബിഷപ്പിൻ്റെ കീഴിലുള്ള രൂപതയിൽ കുച്ചില്ല എന്ന സ്ഥലത്ത് തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ചർവാട്ടി എന്ന പേരിലുള്ള ഗ്രാമത്തിൽ കാർമൻ നികേതൻ അന്തേവാസിയാണ് ഞാൻ. അവിടുത്തെ ആശ്രമ സ്റ്റേഷനാണ് ഞാൻ. കർമ്മലീത വൈദിക വിദ്യാർത്ഥികളെ പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, ആദ്യ വർഷ ഫോർമേഷൻ കൊടുക്കുന്ന സ്ഥാപനം. അവിടെ ഞാനും എൻ്റെ കൂടെ ഫാദർ ലീനസ് ബുദ്ധൻ വീട്ടിൽ അച്ഛനും ഫാദർ തദേവസ് മുണ്ടേരി അച്ഛനും കൂടാതെ ഫാദർ കിഷോർ അച്ഛനും 4 അച്ഛന്മാരും പിന്നെ വിദ്യാർത്ഥികളുമാണ് ഉള്ളത്. ഈ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ ഈ മെയ് ജൂൺ മാസങ്ങളിൽ എല്ലാവരും വെക്കേഷനിലായിരിക്കും. ആദ്യ ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ വീടുകളിൽ വെക്കേഷന് പോകുന്നു. ആ സമയത്ത് അവിടെ 2-3 അച്ഛന്മാർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവരെല്ലാവരും ഒക്കെ വീടുകളിൽ വിസിറ്റിന് പോകുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംഘർഷം അവിടെ സംഭവിക്കാനായിട്ട് ഇടയായത്. ഈ ദിവസങ്ങളിൽ മെയ് 22-ാം തീയതി വൈകുന്നേരം. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമായിരുന്നു ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ 10 മണി 11 മണിയാകുമ്പോഴേക്കും 2 പട്ടികളുണ്ട്, വളർത്തു നായ്ക്കളുണ്ട്. അതിനെ അഴിച്ചുവിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോകുന്നത്. ഈ 22-ാം തീയതി പതിവ് പോലെ തന്നെ TV ഒക്കെ വാച്ച് ചെയ്തതിന് ശേഷം പട്ടികളെ കഴിച്ചുവിട്ട് കിടക്കാൻ പോയി. അതിരാവിലെ 1:15 പട്ടികൾ ശബ്ദമുണ്ടാക്കുന്നത് കേട്ട് വളർത്തു നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ടാണ് പുറത്തിറങ്ങിയത്. ഞാൻ എല്ലാ രാത്രിയും എപ്പോഴൊക്കെ പട്ടികളെ ഇങ്ങനെ കുരയ്ക്കുന്നുണ്ടോ, ശബ്ദമുണ്ടാക്കുന്നുണ്ടോ, അതെന്തിനാണ്? ചിലപ്പോൾ പാമ്പിനെ കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ കാട്ടുപൂച്ചയെ കണ്ടിട്ടായിരിക്കും. അങ്ങനെ ആ ശബ്ദം ഇല്ലാതാക്കിയിട്ടാണ് വീണ്ടും വന്ന് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, ശല്യപ്പെടുത്തരുതല്ലോ. അതുകൊണ്ട് നായ്ക്കൾ ശാന്തമാക്കിയതിന് ശേഷം വീണ്ടും വന്ന് കിടന്നുറങ്ങുകയാണ് സാധാരണ ചെയ്യാറ്. ആ ദിവസം അതുപോലെ ഇങ്ങനെ പട്ടികൾ കുരയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വാതിൽ തുറന്ന് ചെന്നു, ലൈറ്റ് ഇട്ടു. ഗ്രില്ലൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ സെക്യൂർഡാണ്, നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കിടക്കുന്നതൊക്കെ. അത് ഗ്രില്ല് തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല പുറത്ത്. അപ്പോൾ വാതിൽ തുറന്നു. അപ്പോൾ പട്ടീനെ നോക്കി കഴിഞ്ഞപ്പോൾ വളർത്തു നായ്ക്കൾ പുറകോട്ട് പോവുകയായിരുന്നു. എന്തോ പേടിച്ചിട്ട്, എന്തോ അടി കൊണ്ടിട്ടോ എന്തോ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ പട്ടികൾക്ക്. അങ്ങനെ ആ പട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പുറകിൽ നിന്ന് 2 പേര് വന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ച് ആക്രമിക്കുകയായിരുന്നു. 2 നേരം അടിച്ചു തന്നെ. കുറേ അടിയൊക്കെ ഞാൻ കൈകൊണ്ട് തടുത്തു. എങ്കിലും കമ്പി കൊണ്ടുള്ള ഷോൾഡറിനുള്ള ഒരു വലിയൊരു പരിക്ക് അതെൻ്റെ ബാലൻസ് ഞാൻ താഴെ വീഴുന്നു. എന്നെ 2 കൈയും ലോക്ക് ചെയ്ത് അവർ കമ്പിപ്പാരം കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്നിട്ട് മിണ്ടിപ്പോകരുത്, നിങ്ങൾ ക്യാഷ് എവിടെ വെച്ചിരിക്കുന്നത്, പൈസ എവിടെ വെച്ചിരിക്കുന്നത് അത് കാണിച്ചു തരിക, അല്ലെങ്കിൽ നിങ്ങളെ മർദ്ദിച്ച് കൊല്ലും. അതുകൊണ്ട് നിങ്ങളുടെ മുറി എവിടെയാണ് കാണിച്ചു തരിക. എന്നിട്ട് എഴുന്നേൽപ്പിച്ച് അവരെന്നെ മുറിയിലോട്ട് കൊണ്ടുപോയി. പോകുന്നതിനിടയ്ക്ക് എന്നുവെച്ചാൽ ആ കീഴ്പ്പെടുത്തിനിടയ്ക്ക് തന്നെ മുഖത്ത് 3-4 ചുരുട്ടികൾ ഇടിയും കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖമെല്ലാം മരവിച്ചിരിക്കുകയായിരുന്നു. നല്ല എന്നെ മുറിയിലോട്ട് കൊണ്ടുപോയി. മുറിയിൽ കൊണ്ടുപോകുന്ന വഴി തന്നെ അവർ വടി വെച്ച് എൻ്റെ പുറകുവശത്താണ് അടിക്കുന്നത്. അടിച്ച് മുറിയിൽ കൊണ്ട് ഇരുത്തി. ആ സമയത്ത് തന്നെ പാചകം ചെയ്ത സ്ത്രീയെ വന്ന് കൈകൾ കുറേ കെട്ടിയിട്ട് ആ സ്ത്രീയെ വീണ്ടും മുറിയിലേക്ക് കൊണ്ടുവന്നു. ഫാദർ ലീനസ് അച്ഛന് 90 വയസ്സുണ്ട്. അച്ഛനെയും വായ നല്ലോണം വലിച്ചു കെട്ടി, കൈകൾ പുറകിലേക്ക് വലിച്ചു കെട്ടിയിട്ടാണ് എൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ചൂട് കാലാവസ്ഥയാണ് ഒറീസയിൽ ഇപ്പോൾ. അതുകൊണ്ട് മിനിമം ഡ്രസ്സായിരുന്നു ഞങ്ങൾ ധരിച്ചത്. ഒരു മുണ്ട് ധരിച്ച് ഒരു പെല്ലിനിട്ടിട്ടുണ്ടായിരുന്നു. ലീനസ് അച്ഛനായിട്ട് ഒരു തോർത്ത് മാത്രമാണ് ഉടുത്തിരുന്നത്. കാരണം അസഹനീയമായ ചൂടായതുകൊണ്ട് ഞങ്ങളുടെ മുറിയിൽ AC ഒന്നുമില്ല, ഫാനിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഈ അച്ഛനെ കൊണ്ടിടുന്ന സമയത്ത് തന്നെ എനിക്ക് അച്ഛൻ്റെ കാലിൽ കാണാൻ കഴിഞ്ഞു 2 മുറിവുകൾ. ഒന്ന് വലതുവശത്തെ തൊടയുടെ ഭാഗത്തും ഇടത് കാലിൻ്റെ മുട്ടിന് മുകളിലുമായിട്ട് തൊലി പോയി ഉള്ള ഒരു അവസ്ഥ. വലിയൊരു നീണ്ട മുറിവാണ്.
ഡീപ്പ് അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി അച്ഛനെ വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എന്തോ കമ്പിയോ എന്തോ കൊണ്ടിട്ട് അത് തൊലി പോയതായിട്ട് എനിക്ക് മനസ്സിലായി. അത് കണ്ടിട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം ഞാനൊരു ആശ്രമ സ്റ്റേഷൻ എന്ന നിലയിൽ എൻ്റെ കൂടെ കഴിയുന്ന അന്തേവാസികളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണല്ലോ. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കുന്ന കസേര, എൻ്റെ മുന്നിൽ ഒരു ഓഫീസ് പോലെ തന്നെ ഒരു ടേബിൾ, ഒരു ചെയർ, ഒരു കട്ടിൽ, അതാണ്. പിന്നെ 2 ഷെൽഫ്, അതാണ് ഞങ്ങളുടെ മുറിയുടെ അവസ്ഥ. അപ്പോൾ ചെയറിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് നിരുത്തി, ആ സ്ത്രീയെ ഞാൻ കിടക്കുന്ന ആ കട്ടിലിൽ കൊണ്ട് നിരുത്തി. അതിനുശേഷം അച്ഛൻ്റെ കഴുത്തിൽ അവർ കത്തി വെച്ചു. പിന്നെ വടിയെടുത്ത് അച്ഛനെ തല്ലാൻ പോകുന്ന ഭാഗത്തിൽ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മുട്ടൂതി കാര്യം വീണ്ടും പറഞ്ഞു, അച്ഛനൊന്നും ചെയ്യരുത്, അച്ഛന് 90 വയസ്സാണ്, പാടില്ലാത്ത അച്ഛനാണ്, അച്ഛനൊന്നും ചെയ്യരുത്, തള്ളരുത്. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങളൊന്നും ചെയ്യില്ല, ക്യാഷ് അവിടെ വെച്ചിരിക്കുന്നത് കാണിച്ചു തന്നാൽ നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യില്ല. അങ്ങനെ ആ സ്ത്രീ ആയിട്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് വേഗം അവരെ തുണിയെടുത്ത് എൻ്റെ വെള്ളമുണ്ടുണ്ടായിരുന്ന വെള്ളമുണ്ടെടുത്ത് എൻ്റെ മുഖം വലിച്ചു മുറുക്കി കെട്ടി വായിലെ കുറച്ച് തുണിയകത്തോട്ട് വെച്ചിട്ടാണ് കെട്ടിയത്. അതിനുശേഷം കമന്ന് കിടക്കാൻ പറഞ്ഞു. അവരുടെ മുമ്പിൽ എന്നെ കമന്ന് കിടത്തി കാലും കെട്ടി, ഒരാൾ കാലിൽ പിടിച്ചു, ഒരാളുടെ ഷോൾഡറിൽ അമർത്തി പിടിച്ചു. എന്നിട്ട് വേറൊരാളുണ്ട് എന്നെ വടി കൊണ്ട്, നല്ലൊരു വലിയ വടി കൊണ്ട് എൻ്റെ പുറവശം അടിക്കുകയായിരുന്നു. ആദ്യത്തെ അടിയിൽ തന്നെ തല മുതൽ പെരുവിരൽ വരെ വിറച്ചു പോയ ഒരവസ്ഥയായിരുന്നു. രണ്ടാമത് അടിച്ചു, മൂന്നാമത് അടിച്ചു, പിന്നെ വേദന അറിയാതെ ഓരോ അടി കഴിഞ്ഞതിന് ശേഷം അവരെ ഈ വായിലെ തുണി അഴിച്ചു മാറ്റിയിട്ട് ക്യാഷ് എവിടെയാണ് വെച്ചിരിക്കുന്നത് പറയുക. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നൊരു എല്ലാം കൂടി ഒരു 10-30,000 രൂപ ഉണ്ടായിരുന്നു. കുർബാന പൈസയായിട്ടും എനിക്ക് കിട്ടിയ ഒരു മിനിസ്ട്രി പൈസയായിട്ടും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് കൊടുത്തിട്ടും അവർക്ക് വീണ്ടും ക്യാഷ് എവിടെയാണ് വെച്ചിരിക്കുന്നത് ചോദ്യം മാത്രമായിരുന്നു. അങ്ങനെ എന്നെ അവശനാക്കി വീണ്ടും അവർ ഓരോരുത്തരായിട്ട് പോയി ഓരോ മുറികളും തല്ലിപ്പൊടിച്ച് അകത്ത് കയറി ഷെൽഫെല്ലാം കുത്തിപ്പൊടിച്ച് ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്ത്, പിന്നെ കുട്ടികളുടെ എടുത്തുകൊണ്ട് പോയി, കുട്ടികളുടെ പിയാനോ വരെ എടുത്തുകൊണ്ട് പോയി. അവർ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയില്ല, കാരണം ചിലപ്പോൾ ട്രാക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ വാങ്ങിച്ചിട്ട് അവർ ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്തിട്ടിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. അത് ഞങ്ങൾ പിറ്റേ ദിവസം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോഴാണ് അതെല്ലാം റിക്കവർ ചെയ്തത്. അതിനുശേഷം അമർത്തിച്ച് അവശനാക്കിയ ശേഷം എല്ലാം കിട്ടിയതിന് ശേഷം അവരെ ലീനസ് അച്ഛനെ വീണ്ടും അച്ഛൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് കൂട്ടി. ആ കിട്ടിയ അവസ്ഥയിൽ തന്നെ വായയും കൈയും പുറകിലേക്ക് വലിച്ചു കെട്ടിയിട്ടാണ് അച്ഛനെ കൊണ്ടുപോയത്, മുറിയിൽ കൊണ്ട് കൂട്ടിയത്. ആ ഒരു അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്നത് കർത്താവിനെ ചമ്മട്ടികളായിട്ട് അടിക്കാനായിട്ട് കെട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അതുപോലെയാണ് ലീനസ് അച്ഛനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നൊരവസ്ഥ. അതുപോലെ തന്നെ അച്ഛനെ കെട്ടിയ ആ മുറിയിന് ശേഷം ആ സ്ത്രീയെയും ആ സ്ത്രീയുടെ മുറിയിൽ കൊണ്ടുപോയിട്ട് പുറത്തു നിന്ന് കൂട്ടുകയാണ് ചെയ്തത്. വീണ്ടും എൻ്റെ മുറിയിലേക്ക് വീണ്ടും കത്തി, അത് വലിയ നീളമുള്ള കത്തി കഴുത്തിൽ വെച്ചു. ഇനിയും ക്യാഷ് എവിടെയും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാറിനകത്ത് കൊണ്ടുവന്ന് കാറിൻ്റെ കീ എടുത്തിട്ട് അവർ പോയായിരുന്നു. ബാക്കിയുള്ള വണ്ടികളുടെ കീയൊക്കെ എടുത്ത് അവർ പുറത്തേക്ക് പോയി കാറിനകത്തെല്ലാം ചെക്ക് ചെയ്തു. അതിനകത്ത് കാറിൻ്റെയും മറ്റു വണ്ടികളുടെയും കീയൊക്കെ അതിനകത്തിട്ടിട്ട് കാറിൻ്റെതാക്കി കൂട്ടിയിട്ട് അത് ഇങ്ങനെ ഒളിച്ച് വെക്കുകയായിരുന്നു. അതിനുശേഷം വന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോവുക. ഇതാണ് അവരെന്നോട് പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഞങ്ങളെ മർദ്ദിക്കുന്നതിൻ്റെ സമയത്ത് ഒരാൾ ലോക്കലാണെന്ന് പറയാം, അവിടെയുള്ള ആളായിട്ട് ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കാം. അയാൾ പറഞ്ഞത്, ഞങ്ങളോട് ക്ഷമിക്കണം, ഇവിടെയുള്ള കൂട്ടത്തിലുള്ളവരെന്നെ കത്തി കാണിച്ച് ഇവിടെ നിങ്ങളുടെ സ്ഥലം കാണിക്കുവാനായിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം ഫാദർജി. അവർ ഹിന്ദിയിലാണ് പറഞ്ഞത്, മാഫ് कीजिए फादर जी, मेरे को इन लोग चाकू दिखाकर मुझे इधर लेके आया है, तो उसको आप लोगों को दिखाने के लिए. അങ്ങനെ ഹിന്ദിയിൽ അവർ പറഞ്ഞ് എന്നെ ഒരു ഇമോഷണൽ ടച്ച് നൽകി. എന്നിട്ട് പറയുകയാണ് എന്താണ് അവർ ചോദിക്കുന്നത്, അവരെന്ത് ചോദിക്കുന്നു അത് പറയുക, അല്ലെങ്കിൽ അവർ മർദ്ദിച്ച് നിങ്ങളെ കൊല്ലുന്നതായിരിക്കും. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയുക. അതായിരുന്നു അവരുടെ സംസാര രീതി എന്നോട് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പുറത്തുനിന്ന് കഥ കൂട്ടിയിട്ട് ഒരു 4 മണിയോടുകൂടെ അവർ പോവുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ പട്ടി കുരക്കുന്നുണ്ടായിരുന്നു 4 മണി വരെ. 4 മണിക്ക് പട്ടിയുടെ കുര നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരെല്ലാവരും പോയി ശാന്തമായി. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എൻ്റെ വായയും കയ്യിലെ പുറകിലേക്ക് കൈകൾ വെച്ച് കെട്ടിയും
കാലും കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എങ്കിലും ഞരങ്ങി ഞാൻ ഒരു കണക്കിന് തല മുട്ടിച്ച് ചുവരിൽ മുട്ടിച്ച് മുട്ടിന്മേൽ നിന്നിട്ട് വെച്ചിട്ടാണ് അവർ ബന്ധിച്ചിരുന്നത്. അത് കൈകൊണ്ട് കാലിലെ കെട്ടഴിച്ചു. ഒരുമാതിരി എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റിന് ശേഷം അലമാരയിലെ മിററിൽ പോയിട്ട് എങ്ങനെയാണ് ഈ കൈ കെട്ടിയിരിക്കുന്നത് നോക്കി അതിനനുസരിച്ച് ആ കൈ കൊണ്ട് ഈ കട്ടിലിൻ്റെ അരിയിലുള്ള ഈ ക്ലാമ്പ് മേൽ വെച്ച് പയ്യെ ഇങ്ങനെ വലിച്ചും അങ്ങനെ ആടുകടും ഇളക്കിയും കയ്യിലെ കെട്ടഴിച്ചെടുത്തു. ഏതാണ്ട് 1.25 മണിക്കൂറോളം ആ കയ്യിൽ കെട്ടഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടി വന്നു. ആ ശ്രമം ഫലം കണ്ടു. ദൈവകൃപയാലെ കെട്ടഴിക്കാൻ കഴിഞ്ഞു. പിന്നെ വായിൽ കെട്ട കഴിച്ചു. എന്നിട്ട് പയ്യെ ജനാലിൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു ജനാൽ പാടി തുറന്നു. അതിലൂടെ 300ഓളം മീറ്റർ അകലെയായിട്ട് തൊട്ടടുത്തൊരു നദിയുണ്ട്. അവിടെ ആളുകൾ കുളിക്കാൻ പോകും, ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ. അപ്പം ഞാൻ അവരാരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കി ബൈക്കാരൻ ഒച്ചയെടുത്തു. പക്ഷെ ഒച്ച വരുന്ന കാരണം എൻ്റെ മുഖത്തേക്ക് ഇടിച്ചത് നീര് ആയതുകൊണ്ട് എനിക്ക് ശബ്ദമുയർത്തി പറയാനായിട്ട് കഴിയുന്നില്ലായിരിക്കും. എങ്കിലും പരമാവധി ശക്തിയിൽ ഞാൻ ശബ്ദമുയർത്തി. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് 2 മുറിക്കപ്പുറമായാണ് ലീനസ് അച്ഛൻ്റെ മുറി. അച്ഛൻ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, സിലിനച്ച അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലേ, പ്രൈസ് ദി ലോർഡ്. അതാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ വിചാരിച്ചു എന്നെ മർദ്ദിച്ച് കൊന്നു എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ദൈവകൃപയാൽ അച്ഛനൊന്നും പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒച്ചനെ വിളിച്ച്, പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒച്ചനെ വിളിച്ച് അതിന് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഒരു ടോർച്ച് ലൈറ്റും കാണിച്ച് കൈയും കാണിച്ച് ഒച്ച ഉയർത്തി സംസാരിച്ചപ്പോൾ ആളുകൾ ശ്രദ്ധ അവർക്ക് ലഭിച്ചു. അവർ ഓടിക്കൂടി ഞങ്ങളെ റിലീസ് ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ അച്ഛൻ്റെ മുറിയിലോട്ട് പോയി. അച്ഛൻ്റെ മുറി കണക്കിന് അച്ഛൻ്റെ കെട്ടഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്ത്രീയുടെ മുറിയിലേക്ക് ചെന്നു. ആ സ്ത്രീ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അവരെയും റിലീസ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഒമ്നി വാനിൻ്റെ സ്പെയർ കീ കയ്യിലുണ്ടായിരുന്നു. ആ കീ വെച്ചിട്ട് ഞാൻ ഒമ്നി സ്റ്റാർട്ട് ചെയ്തു. ഒരു കണക്കിന് വണ്ടിയിൽ ഇരുന്നിട്ട് തൊട്ടടുത്തുള്ള സെൻറ് തോമസ് ഇംഗ്ലീഷ് സ്കൂളിലുള്ള നിരഞ്ജൻ ജന എന്ന് പറഞ്ഞ ഒറീസയിലുള്ള കർമ്മലീത്ത വൈദികൻ തന്നെയാണ്. അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ഛൻ വഴി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്തു. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ പോലീസുകാരും ചേർന്ന് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക്, കാർമൽ നികേതൻ ആശ്രമത്തിലേക്ക് വരികയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും വേണ്ട പ്രോസസ്സൊക്കെ ചെയ്യുകയും ചെയ്തു. അവരുടെ മോട്ടീവ് എന്താണെന്ന് എനിക്കറിയില്ലെങ്കിലും കൊള്ളക്കാരൻ അവരുടെ സ്വഭാവം തന്നെയായിരുന്നു. ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് എന്നെ മർദ്ദിച്ചത്. പിന്നെ എന്നെ അച്ഛൻ്റെയും ആ സ്ത്രീയുടെയും മുൻപിലിട്ട് കമഴ്ത്തിയിട്ട് അടിച്ചപ്പോൾ എനിക്ക് വേദന ഉണ്ടായിരുന്നത് അവരുടെ മുൻപിലിട്ട് എന്നെ മർദ്ദിച്ചല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ കരയാനായിട്ട് ഇടയായത്. എങ്കിലും അതൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പീഡാസനങ്ങളോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ദൈവം സ്നേഹിക്കുന്നു എന്നതിനുള്ളൊരു തെളിവാണ്. കാരണം ദൈവം തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി പീഡകൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ആ സ്നേഹത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മിഷണറീസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മഞ്ഞൾ തോട്ട്സിൻ്റെ ഈ റീജിയണൽ വികാരിയേറ്റ് ഒഡീഷ മിഷൻ്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വൈചകിതരാതെ എപ്പോഴും സന്തോഷത്തോടു കൂടെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെ പേര് റോയി പാളയത്തിൽ, കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ്റെ വരാപ്പുഴ അതിരൂപത ജനറൽ സെക്രട്ടറിയാണ്. ഫാദർ ലീനസിൻ്റെയും ഫാദർ സിൽവിൻ്റെയും വിവരങ്ങൾ ഞങ്ങൾ ഇന്നലെയാണ് അറിയുന്നത്. ഇന്നലെ പത്രമാധ്യമം വഴിയാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞത്. ഞങ്ങൾ ഉടനെ കേസുകളെല്ലാം ഒന്നിച്ചു കൂടുകയും ഒരു പ്രതിഷേധക്കുറിപ്പ് ഇറക്കുകയും പത്രപ്രസ്താവന നടത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഒരു മതേതര ഇന്ത്യയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാദർ ലീനസിൻ്റെയും ഫാദർ സിൽവിനും നേരിട്ട ദുരനുഭവം അദ്ദേഹത്തിൻ്റെ വാക്കുകൂടെ ഞങ്ങൾ കേട്ടു. ആ നരാധവന്മാര് എത്രമാത്രം ഇത്ര ക്രൂരമായി ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഒരു മനുഷ്യൻ ചിന്തിക്കാവുന്നതിനപ്പുറമുള്ള കാര്യമാണ്. അത്രയേറെ അതിനിഷ്ഠൂരമായാണ് ഇവർ ആക്രമിക്കുന്നത്. ഒഡീഷ ഗവൺമെന്റ് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഈ കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സമീപകാലത്ത് ഛത്തീസ്ഗഡിൽ ഒരു മലയാളി പാസ്റ്റർ നേരിട്ട ദുരനുഭവം കൂടി നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് അതും സംഭവിച്ചത്. പ്രത്യേകിച്ച്
ഉത്തരേന്ത്യ മുഴുവൻ തന്നെ ഇതിന്റെ അനുരണനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം, അവന്റെ മതസ്വാതന്ത്ര്യം എല്ലാം ഭരണഘടന നൽകുന്നു. ആ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നരേന്ദ്രമോദി ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ക്രൈസ്തവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. മിഷണറിമാർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മിഷണറിമാർ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ നമുക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് കൂടി തന്നെ ഈ രാജ്യം വലിയ ആ രീതിയിൽ ഉയർച്ച സ്ഥാപിച്ചു. തീർച്ചയായും മിഷണറിമാർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയുള്ള ഇവിടുത്തെ ഗവൺമെന്റ്, അത് ഒറീസ ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും ശക്തമായ നടപടികൾ എടുക്കണമെന്ന് KLC ആവശ്യപ്പെടുകയാണ്.